ട്രെയിനിംഗ് സെന്ററിൽ നഴ്സിംഗ് ടീച്ചേഴ്സ് പഠനം, മലയാള സാഹിത്യത്തിൽ ബിരുദം, റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിലെ മുൻ അധ്യാപിക, ഫെലോഷിപ്പ് ഇൻ ജേർണലിസം ആൻഡ് ഡിജിറ്റൽ മീഡിയ, ICF-ന്റെ പ്രബന്ധ മത്സരത്തിൽ സൗദി അറേബ്യയിൽ നിന്നും GCC ലെവലിലും സമ്മാനം, മാതൃഭാഷയുടെ സർഗാത്മകമായ ഇടപെടലിനെ റിയാദ് തനിമ സാംസ്കാരിക വേദിയുടെ പുരസ്കാരം, കവയിത്രി, അധ്യാപനം, കലാസാംസ്കാരിക രംഗങ്ങളിലെ സംഭാവന എന്നിവയ്ക്ക് ക്ഷമ ചാരിറ്റി ഓഫ് പ്രവാസി മലയാളി സ്ത്രീ കൂട്ടായ്മയുടെ ആദരം, പ്ലീസിന്റെ പ്രവാസി ലീഗൽ എയ്ഡ്സിൽ റിയാദ് സൗദി അറേബ്യയുടെ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. ഭർത്താവ് അബ്ദുൽ സലാം, മക്കൾ ഡോക്ടർ ഹസന, ഡോക്ടർ ഹനാൻ, ഹിബ അബ്ദുൽ സലാം, മുഹമ്മദ് ഹിലാൽ. ഇതാണ് ചുരുക്കി പറഞ്ഞത്. പക്ഷെ ഇതിലൊക്കെ ഉപരി ഒരുപാട് അവാർഡുകളും സാഹിത്യ രചനകളും കവിതാ സമാഹാരവും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ റിയാദിന്റെ വീതി പീപ്പിളുടെ ഒരു ആദരവ് നൽകാനായി ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ഷിഹാബ് കൂട്ടുകാരനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്റെ എഴുത്തു വഴികളെ കുറിച്ച് പറയാം. സ്വയം പരിചയപ്പെടുത്തി ആവർത്തന വിരസത വേണ്ട ഇനി. ഓക്കെ, എന്റെ എഴുത്തു വഴികൾ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിൽ തന്നെയുണ്ട് എഴുത്തും വായനയും. അത് പണ്ടൊക്കെ എന്റെ വീട്ടില് ചന്ദ്രിക, വീക്കിലി, സോവിയറ്റ് നാട്, അങ്ങനെ മലയാള പ്രസിദ്ധീകരണങ്ങൾ പലതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം വായിക്കും. എന്നിട്ട് എന്റേതായ രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് വെക്കും. പക്ഷെ അതൊന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. പിന്നെ കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും കവിതകള്, കഥാപ്രസംഗങ്ങള് എല്ലാം എഴുതുമായിരുന്നു. രാത്രി കടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും രണ്ടുപേരും കുത്തിക്കുറിച്ച് വെക്കുക എന്നുള്ളത് എന്റെ ശീലമായിരുന്നു. പിന്നെ പ്രവാസത്തിലെത്തിയപ്പോൾ എന്തായാലും പ്രവാസികൾക്ക് ഉണ്ടാവുമല്ലോ ഒരു ഗൃഹാതുരത്വം. അപ്പോ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പോ നിഖില ഇവിടെ പറഞ്ഞു ഒരു ആശ്വാസത്തിനാണ് എഴുതുന്നതെന്ന്. അപ്പൊ ഞാനും തന്നെ എന്റെ മനസ്സിലെ വീർപ്പുമുട്ടലുകൾ പ്രവാസത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. നാട്ടില് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു 18 വയസ്സിൽ ഞാൻ പ്രവാസിയായതാണ്. അപ്പോ അവിടെ തന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തോന്നുന്നു എന്റെ ഓർമ്മകളാണ് ഞാൻ അവിടെ വെതറിയിട്ട് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ വീടിനടുത്ത് ഒരു ഗുൽമോഹർ മരം ഉണ്ടായിരുന്നു. ഞാൻ ഈ പുസ്തകം ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് തുടങ്ങുന്നത്. ഞാൻ പലയിടത്തും അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അതിന് ധാരാളം ഗുൽമോഹർ ഇതളുകൾ അവിടെ വീണ് കിടക്കുന്നത് കാണാം. അപ്പൊ എനിക്ക് തോന്നും ഇവിടെ എത്തിയപ്പോൾ ആ ഗുൽമോഹർ ഇതളുകൾ അതൊക്കെ എന്റെ ഓർമ്മകളാണ് എന്ന് പറഞ്ഞാൽ ധാരാളം ഓർമ്മകളുണ്ട്. അപ്പൊ അത് ഇവിടെ വന്ന ശേഷം എന്റെ വിരസമായ ധാരാളം ഒഴിവ് സമയമാണ് അപ്പൊ വന്ന് കയറിയ സമയത്തൊക്കെ. അപ്പൊ ഞാൻ എന്റെ ഓർമ്മകൾ പെറുക്കിയെടുത്ത് ഇങ്ങനെ കുത്തിക്കുറിച്ചിടുമായിരുന്നു. അപ്പൊ ഇപ്പോഴും തന്നെ പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ ഒരു കവിത ആ പേരിലാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇങ്ങനെ ഒരു പേരിട്ടത്. ഇതില് വിഷയ വൈവിധ്യമാണ് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങള് ഇതില് പറഞ്ഞിട്ടുണ്ട്. പുസ്തകത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞതുകൊണ്ട് ഈ പുസ്തകത്തെ കുറിച്ച് ഒന്ന് പ്രതിപാദിക്കുകയാണ്. നിയതമായ ചട്ടക്കൂടുകളിൽ നിന്ന് എഴുതുന്ന ഒരാളല്ല ഞാൻ. ഈ പുസ്തകം ശരിക്കും പറഞ്ഞാല് എഴുത്തു വഴിയിൽ പ്രോത്സാഹനം തന്ന എല്ലാവർക്കും എഴുത്തിന് കാരണമായി സർവ്വതിന് സമർപ്പിച്ച് എഴുതിയൊരു പുസ്തകമാണിത്. കവികളുടെ എണ്ണം കൂടുക, കവിത വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തില് കവിതയോട് ആഭിമുഖ്യം പുലർത്തുന്ന പ്രിയ വായനക്കാർക്കായിട്ടാണ് ഈ പുസ്തകം. പക്ഷെ ഇത് കുറച്ച് കവിതകൾ മാത്രമാണ് ഇതില് ഉള്ളത്. പക്ഷെ അതിന് വിഷയ വൈവിധ്യം എന്താന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും പറയും, ഇന്നലെ പറഞ്ഞു അവിടെ പലരും എന്റെ സ്ത്രീപക്ഷ എഴുത്തുകളാണ് ഞാൻ പൊതുവെ എഴുതുന്നതെന്ന്. ശരിക്കൊരു സ്ത്രീക്ക് നോക്കിക്കാണാൻ പറ്റുന്നത് സ്ത്രീപക്ഷ എഴുത്തുകൾ തന്നെയാണ്. ഒരു യുദ്ധം നടക്കുന്നു അല്ലെ, കാസയിലൊക്കെ യുദ്ധം നടക്കുന്നു, എവിടെ എന്ത് നടന്നാലും നഷ്ടപ്പെടുന്നത് പൊതുവെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമാണ്. യുദ്ധം എന്ത് തന്നെ നടന്നാലും ഇപ്പോ ഈ ഇതിനു ശേഷം ഞാൻ പ്രണയഭാഷ എന്നൊരു കവിതാ സമാഹാരമാണ് രണ്ടാമതായിട്ട് എഴുതിയത്. അതില് സർവശക്തനോടുള്ള പ്രണയമാണ്, ഭൂമിയിലെ സർവ്വചരാചരങ്ങളോടുള്ള പ്രണയമാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ബാക്കി പുസ്തകം വായിക്കുക അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം കൂടുതൽ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എഴുതിയ ആൾ തന്നെ അത് പറയുന്നതിനേക്കാളും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അതിന്റെ പുസ്തകം വായനക്കാരുടേതാണ്. വായനക്കാരാണ് വായിച്ചിട്ട് അതിന് അഭിപ്രായം പറയേണ്ടത്.
ഞാൻ തന്നെ എന്റെ പുസ്തകത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമല്ല. പിന്നെ ഒരു കഥാസമാഹാരം 12 കഥകളടങ്ങിയ ഒരു സമാഹാരമാണ്. അതിൽ കുടുംബ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് എല്ലാവരുടെ കുടുംബത്തിലും സംഭവിക്കുന്നത് തന്നെയാണ്. അത് സൂക്ഷ്മ നിരീക്ഷണ പാഠവത്തോടെ തന്നെ അത് നോക്കിക്കണ്ട് അത് ചെറിയ ചെറിയ കഥകളായിട്ട് ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്ന രീതിയിലാണ് ആ കഥകൾ, 12 കഥകളും. അപ്പൊ അതിന് ചിത്രം വരച്ചു തന്നിരിക്കുന്നത് എന്റെ മോള്, എന്റെ ഇത്താന്റെ പേരക്കുട്ടി, എന്റെ ഹിബക്കുട്ടിയുടെ 1-2 ഫ്രണ്ട്സ്. അതിന് കഥയ്ക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചു തന്നിട്ടുണ്ട്. അത് ഇപ്പോ ആദ്യത്തെ 2 പുസ്തകങ്ങള് ഷാർജ പുസ്തകമേളയിലാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ആദ്യത്തെ നിയമസഭാ പുസ്തകമേളയില് 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആദ്യത്തെ പുസ്തകങ്ങളായിട്ട് തന്നെ അതിൽ ഏറ്റവും അഭിമാനം തോന്നുകയാണ്. പിന്നെ 3ാമത്തെ പുസ്തകം, കുറച്ച് വെള്ളം കുടിച്ചോട്ടെ കേട്ടോ. അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സെബിനെ നിഖിലിയൊക്കെ പറഞ്ഞ പോലെ ഉറക്കം നോക്കിയിട്ടാണ് വന്ന് കയറിയത്. തൊണ്ട വരളുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നൊന്നും അറിയുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിശപ്പും ഉണ്ട്, അതും പറയണല്ലോ. അതുകൊണ്ട് ഈ കവിത വായിച്ചിട്ട് എല്ലാവരും ചോദിക്കും കവിത എന്താണ്, കവിത എഴുതിയതെന്ന് ആദ്യം ചോദിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു കവിത ഏറ്റവും പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ എനിക്ക് എന്തെങ്കിലും കണ്ട ആശയങ്ങൾ വരുന്നത് കവിതയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കവിത പിറക്കുമ്പോൾ എന്ന കവിതയിലെ കുറച്ച് വരികൾ മാത്രം വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഗഹനമാം ചിന്തകൾ ഗ്രഥനമായി തീരുന്ന നിറവിന്റെ നിധിയാണ് കവിത. ഗർഭസ്ഥ ശിശുവിനെ നൊന്ത് പ്രസവിക്കുന്ന സുഖമുള്ള നോവാണ് കവിത. ഓമൽ കിടാവിനെ മാറോടണയ്ക്കുന്ന ആത്മനിർവൃതിയാണ് കവിത. ആറ്റുനോറ്റുണ്ണിയെ ഊട്ടിയിറക്കുന്ന ആനന്ദാനുഭൂതിയാണ് കവിത. ചിന്തയിൽ ഉണരുന്ന പൂമൊട്ട് വിരിഞ്ഞു മനോഹര പുഷ്പമാകുന്നതാണ് കവിത. സൂന സൗരഭ്യത്താൽ മാസ്മരിക ഗന്ധം നുകരുന്നതാണ് കവിത. അവിസ്മരണീയ കാഴ്ചകൾ അപ്രതീക്ഷിതമായി എത്തുന്ന അനിർവചനീയ നിമിഷമാണ് കവിത. സത്യമായി കൃത്യമായി സഹചരോട് സംവദിക്കും ഇഷ്ടവിനോദമാണ് കവിത. ഉള്ളിലെ വ്രണങ്ങൾ തൻ വിങ്ങിൽ ശമിപ്പിക്കും ഉണ്മയാം ഔഷധമാണ് കവിത. രുചിക്കുന്തോറും സോദരിടും അടുക്കുന്തോറും സ്വന്തമായിടും സർഗാത്മക സൃഷ്ടിയാണ് കവിത. എഴുതിയ വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ അത്ഭുതം കൂറുന്നതാണ് കവിത. കുത്തിക്കുറിച്ചവ വരികളായി മാറുമ്പോൾ സംതൃപ്തിയാൽ മനം കുളിർപ്പിക്കുന്നതാണ് കവിത. അർത്ഥവും വൃത്തവും ശബ്ദവും സമന്വയിക്കും ആത്മാവിഷ്കാരമാണ് കവിത. താളലയപ്രാസങ്ങളാൽ അനുവാചകനിൽ ചലനം അനുഭവിക്കുന്നതാവണം കവിത. എന്നാൽ ഗൗരവമുള്ള വായനയും ഗ്രഹിച്ചെടുക്കാൻ ക്ഷമയും വേണ്ടുന്ന സാഹിത്യമാണ് എല്ലാവർക്കും കവിത. ഇത് കവിതകള് എല്ലാവരും എഴുതും. പൊതുവെ ഇന്ന് ഗദ്യ കവിതകളുണ്ട്, പദ്യ കവിതകളുണ്ട്. ഇപ്പൊ ഗദ്യ കവിതകൾക്കാണ് ഇന്ന് ഏറ്റവും എല്ലാവരും എഴുതി കൂട്ടുന്നതും. ഇന്ന് സോഷ്യൽ മീഡിയയിലും എല്ലാം ധാരാളമായി എഴുതുന്നുണ്ട്. പക്ഷെ എല്ലാം തന്നെ എല്ലാവർക്കും ഗ്രഹിച്ചെടുക്കാൻ പറ്റില്ല. എന്ത് എഴുതുക എന്നുള്ളതല്ല, ആ എഴുതുന്നതിൽ എന്താണ് വായനക്കാർക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടി ഉദ്ദേശിച്ച് എഴുതുക. എഴുതാൻ താല്പര്യമായിട്ടുള്ള പലരും ചോദ്യം ചോദിച്ച ആൾക്കാരൊക്കെ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട് തലയാട്ടിട്ട്. അവർക്കും കൂടിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഈ വാക്ക് പറഞ്ഞത് എന്തായാലും നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.